ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി അടുത്ത ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് രാഹുൽ വയനാട്ടിലെത്തുക. 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അല്പസമയത്തിനോടകം തന്നെ ദില്ലിയിലെ ACC ആസ്ഥാനത്ത് യോഗം ചേരും. നോബിൾ മാരിക്കാരനാണ് നമുക്കൊപ്പം തത്സമയം ദില്ലിയിൽ നിന്ന് ചേരുന്നത്. നോബിൾ, ഏതായാലും രാഹുൽ വയനാട്ടിൽ വരുന്ന അനിശ്ചിതത്വം അവസാനിക്കുകയാണ്. രാഹുൽ വയനാട്ടിലേക്ക് വരുമ്പോൾ അതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ ഇവിടുത്തെ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം എന്തായാലും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് രാഹുൽ എത്ര നാൾ വയനാട്ടിൽ പ്രചാരണം നടത്തുമെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ AICC നിന്ന് ലഭിക്കുന്നുണ്ടോ നോബിൾ? ബിനിൽ, രാഹുൽ ഗാന്ധി ബുധനാഴ്ച വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ AICC-യുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2-ാം തീയതി, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് അദ്ദേഹം എത്തും. അതിനുശേഷം 3-ാം തീയതി ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അന്ന് തന്നെ അവിടെ ഒരു റോഡ് ഷോയും നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഡ് ഷോയോടൊപ്പമായിരിക്കും എത്തിയായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഒരു വിവരം ഉള്ളത്. പക്ഷേ അന്ന് തന്നെ രാഹുൽ ഗാന്ധി മടങ്ങും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം മണ്ഡലത്തിൽ ഈ അന്നത്തെ ദിവസം മറ്റു പ്രചരണങ്ങളോ അല്ലെങ്കിൽ അടുത്ത ദിവസം പ്രചരണങ്ങളോ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം മറ്റൊരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നീട് 4 ദിവസം മണ്ഡലത്തിൽ വീണ്ടും മടങ്ങിയെത്തി പ്രചരണം നടത്താനാണ് ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധിക്ക് മറ്റു പലയിടത്തും, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രചാരണം നടത്തേണ്ട തിരക്കുകൾ ഉണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3-ാം തീയതി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് തന്നെ വൈകുന്നേരത്തോടെ മടങ്ങും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് LDF-ന്റെ ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ അവിടെ എത്തി പ്രചാരണം ആരംഭിക്കുമ്പോഴും രാഹുൽ ഗാന്ധി വരാൻ വൈകുന്നതിന് ഒരു തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിലും UDF പ്രവർത്തകരിലൊക്കെ ഒരു ആവേശക്കുറവ് ഉണ്ടാക്കിയിരുന്നു. അതാണെങ്കിൽ രാഹുൽ എത്തുമ്പോൾ അത് വലിയ സംഭവമാക്കി മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ മാത്രമല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന കേരളത്തിലെ മൊത്തം മണ്ഡലങ്ങളിലും അതിനൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ UDF ക്യാമ്പ് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ സ്വീകരണം, അതോടൊപ്പം തന്നെ വലിയ റാലിയൊക്കെ ആയിരിക്കും അത് നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് വിവരങ്ങൾ ഉള്ളത്. എന്നാണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വ്യക്തമാക്കുന്നത്, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന 3-ാം തീയതി രാഹുൽ ഗാന്ധി എത്തും. അതിനുശേഷം മറ്റു ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും വയനാട്ടിലേക്ക് താരപ്രചാരകരെ എത്തും എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പൂർണ്ണമായ ഷെഡ്യൂൾ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി 3-ാം തീയതി, അതായത് 2-ാം തീയതി 3-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ മടങ്ങും എന്നാണ് ഇപ്പോൾ AICC നൽകുന്ന ഒരു റിപ്പോർട്ട്. നോബിൾ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം AICC-യിൽ യോഗം ചേരുകയാണ്. ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ളത്? ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അമേഠി, റായ്ബറേലി എന്നീ ചോദ്യചിഹ്നങ്ങൾ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. ഗാന്ധി കുടുംബം അവരുടെ പ്രധാനപ്പെട്ട തട്ടകങ്ങളിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ അത് BJP രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുമ്പോൾ അതിൽ പ്രധാനമായും ബീഹാർ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ അതിൽ ഇന്നിപ്പോൾ അമേഠിയോ അല്ലെങ്കിൽ റായ്ബറേലിയോ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് വിവരങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് 5-ാം ഘട്ടത്തിലാണ് ഈ 2 മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിവേഗത്തിൽ അതിന് ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ പോകില്ല. 1-ഉം അതോടൊപ്പം 2-ഉം 3-ഉം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കും ഇപ്പോൾ ചർച്ചകൾ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം 2 മണ്ഡലങ്ങൾ, അമേഠിയും റായ്ബറേലിയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പാർട്ടിക്കകത്ത് കുറേ നാളായി തുടരുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമാക്കാത്തതാണ് സ്ഥാനാർത്ഥം അവിടെ വൈകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 പേരും ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റു സ്ഥാനാർത്ഥി ഇവർ ആ പദവിയിലേക്ക്, ആ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുകയും ചെയ്യുകയുള്ളൂ. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ 5-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിവേഗം ആ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മതി എന്നൊരു തീരുമാനം ഹൈക്കമാൻഡിന് ഉണ്ട് എന്നറിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പോകുന്നത്. ഇന്നിപ്പോൾ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചർച്ചകളായിരിക്കും, ഗോവ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് AICC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. വിനീത്, ഓക്കെ, അപ്പോൾ 6 മണിക്ക് നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അമേഠിയും റായ്ബറേലിയും ചർച്ചയാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും കോൺഗ്രസിന് മുൻപിൽ അമേഠിയും റായ്ബറേലിയും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി നിലനിൽക്കുകയും ചെയ്യും.